ബൈജു കൊട്ടാരക്കരയിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ബൈജു കൊട്ടാരക്കര സംവിധായകൻ, അദ്ദേഹം ഇപ്പോൾ റിനേ ആശുപത്രിയിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് ഡോക്ടേഴ്സ് പങ്കുവെക്കുന്ന വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ബൈജു കൊട്ടാരക്കരയ്ക്ക് നമ്മളോട് വിശദീകരിക്കാൻ കഴിയും. ബൈജു കൊട്ടാരക്കര, എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം? നേരത്തെ DCC പ്രസിഡന്റൊക്കെ എന്നോടൊക്കെ സംസാരിച്ചിരുന്നു. അങ്ങനെ പരുക്കങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അവരൊക്കെ അറിയിച്ചത്. എന്താണ് ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം ബൈജു കൊട്ടാരക്കര? അതായത് ഞാനിപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഉള്ളത്. ഉമാ തോമസ് ആക്ച്വലി അൺകോൺഷ്യസ് ആണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ അൺകോൺഷ്യസ് ആണ്. തൽക്കാലം വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. വെന്റിലേറ്ററിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ന്യൂറോ സർജൻ വന്നതിന് ശേഷം മാത്രം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നാണ്. മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകൾ എന്തായാലും ഉണ്ട്. ബെന്നി ബെഹനാനും മറ്റുകൂടെ ഇപ്പോൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ബെന്നി ബെഹനാനുണ്ട്, കോൺഗ്രസിന്റെ മറ്റേ നേതാക്കന്മാർ എത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണെങ്കിലും ശരി, ഒരു അല്പം ഗുരുതരമാണ് തലക്കേറ്റ പരിക്ക്. അത്ര നിസ്സാരമല്ല. അൺകോൺഷ്യസ് ലെവലിലാണ് ഇപ്പോൾ ഉമാ തോമസ് ഉള്ളത്. ഈ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത് തന്നെ അബോധാവസ്ഥയിലാണല്ലേ? അല്ല, ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ വാതിലിൽ തന്നെയാണ്. ഞാൻ മറ്റൊരു ആവശ്യവുമായി, ഒരു മെഡിസിൻ വാങ്ങുന്ന ആവശ്യവുമായിട്ട് ഇവിടെ എമർജൻസി നിൽക്കുന്ന സമയത്താണ് ഉമാ തോമസിനെ കൊണ്ടുവരുന്നത്. വരുന്ന സമയത്ത് വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കൂടുള്ളവരാണോ അതോ നല്ല ആൾക്കൂട്ടമായത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അത് കൂടുള്ളവരാണോ അത് ഉമാ തോമസ് തന്നെയാണോ എന്നുള്ള കാര്യം സംശയമായിരുന്നു. പക്ഷേ വേറെ അന്നേരം എനിക്ക് ഇത് ഈ അൺകോൺഷ്യസ് ആയിട്ട് തോന്നിയില്ല. ഇപ്പം ഡോക്ടേഴ്സാണ് പറഞ്ഞത് അൺകോൺഷ്യസ് ലെവലിലാണ്. അതുകൊണ്ടാണ് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതും ന്യൂറോ സർജൻ വന്നതിന് ശേഷം ഒരു തീരുമാനം എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റാം എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ അവർ പോകുന്നത്. ഈ കോൺഗ്രസ് പ്രവർത്തകരും പോലീസുകാരും ഒക്കെ ചേർന്നാണെന്ന് തോന്നുന്നു അവിടേക്ക് എത്തിച്ച്? അതെ, എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പോലീസുകാരുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ 1-2 നേതാക്കന്മാർ മാത്രമേ ഉണ്ടായിരുന്നു, 1-2 പ്രവർത്തകർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏതോ ഒരു സംഘടനയുടെ കുറച്ച് ആളുകളും ഉണ്ടായിരുന്നു. അവരാണ് കൊണ്ടുവന്നത് ആംബുലൻസിൽ. അതിനുശേഷമാണ് ഇപ്പോഴാണ് ബെന്നി ബെഹനാനും ഒക്കെ ഇപ്പോഴാണ് വന്നത്. ബെന്നി ബെഹനാനുണ്ട്, MP ഉണ്ട്, കോൺഗ്രസിന്റെ മറ്റു നേതാക്കന്മാരുണ്ട്, പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ട് അധികം സമയമായിട്ടില്ല. ഇങ്ങനെ ഈ കോൺഗ്രസ് പ്രവർത്തകരൊക്കെ, കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ആശുപത്രിയിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ ഡോക്ടേഴ്സ് അവരോട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നുണ്ടോ ബൈജു കൊട്ടാരക്കര? അതെ, ഡോക്ടേഴ്സ് ബ്രീഫ് ചെയ്യാറുള്ള സമയം ആയിട്ടില്ല. കാരണം എല്ലാവരും ഓപ്പറേഷൻ തിയേറ്ററിനകത്താണ്. പോലീസ് ഓഫീസേഴ്സിന് പോലും അതിനകത്തേക്കുള്ള പ്രവേശനമില്ല. ഞങ്ങളെല്ലാവരും വെളിയിൽ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിന് വെളിയിലാണ് നിൽക്കുന്നത്. ആ വെളിയിൽ നിൽക്കുന്ന സമയത്താണ് ഈ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നത്. ഇങ്ങനെയാണ്, അതായത് പിന്നെ അൺകോൺഷ്യസ് ആണെന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്നും ന്യൂറോ സർജൻ വന്നതിന് ശേഷം മാത്രം അവര് ബാക്കിയുള്ള തീരുമാനങ്ങൾ എടുക്കാം എന്നുമാണ് പറയുന്നത്. പക്ഷേ കൂടെ നിൽക്കുന്ന ആളുകൾ അങ്ങനെ വേണ്ട, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ന്യൂറോ സർജൻ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട, അടുത്ത ഹോസ്പിറ്റലിലേക്ക് എവിടെയെങ്കിലും മെഡിക്കലിലേക്കോ മറ്റോ കൊണ്ടുപോകാനുള്ള തീരുമാനം എടുക്കണം എന്നും സംസാരമുണ്ട്. ശരി, ബൈജു കൊട്ടാരക്കര റിനേ ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ അവിടെയാണ്, റിനേ ആശുപത്രിയിലേക്കാണ് ഉമാ തോമസിനെ കൊണ്ടുപോയിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് ഈ അപകടം നടന്നതിന് തൊട്ടു പിന്നാലെ തന്നെ വളരെ വേഗത്തിൽ റിനേ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഉമാ തോമസിൻ്റെ പരുക്ക്, അതിൽ വിദഗ്ധ ഡോക്ടേഴ്സാണ് ഇനി ആ ചികിത്സയ്ക്ക് നേതൃത്വം നൽകാൻ പോകുന്നത്. അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവർ പരിശോധിക്കുകയാണ്. പരുക്കുമായി ബന്ധപ്പെട്ട് തലയിടിച്ച് താഴെ വീണതാണ്, തലയ്ക്ക് പരുക്കുണ്ട്, മുറിവുണ്ട്. അതുകൊണ്ട് വളരെ വിശദമായ പരിശോധന അതിൽ വേണം, വിദഗ്ധമായ പരിശോധന വേണം. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളുമൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്, മുതിർന്ന നേതാക്കളൊക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അവർ അക്കാര്യത്തിലൊരു തീരുമാനമെടുക്കും. ഡോക്ടേഴ്സുമായി അവർ സംസാരിക്കുന്നുണ്ട്. മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ടോ എന്നുള്ള സാധ്യതയൊക്കെ അവർ ഡോക്ടേഴ്സുമായി സംസാരിച്ച് തീരുമാനിക്കും. ഏതാണ്ട് 20 അടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീണിരിക്കുന്നത്. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് വീണാണ് തൃക്കാക്കര MLA ഉമാ തോമസിന് പരിക്കേറ്റിരിക്കുന്നത്. ഈ സ്റ്റേഡിയത്തിലെ VIP ഗാലറിയിൽ വെച്ചാണ് ഈ അപകടം ഉണ്ടായിരിക്കുന്നത്. ആർട്ട് മാഗസിനായ മൃദംഗാവിഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ഈ അപകടമുണ്ടായത്. വലിയ പ്രചാരണം നേരത്തെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് നടന്നതാണ്. ഏതാണ്ട് 12,000-ലധികം ആളുകൾ ഈ പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ദിവ്യ ഉണ്ണിയുടെ നൃത്ത പരിപാടി അടക്കമാണ് ഈ പരിപാടിയുടെ ഹൈലൈറ്റായി പറഞ്ഞിരുന്നത്. പരിപാടി ഏതാണ്ട് ഉച്ചയ്ക്ക് 3:30 തന്നെ തുടങ്ങിയിരുന്നു. ഈ പരിപാടിക്ക് ആശംസകൾ നേരുക എന്നുള്ള നിലയ്ക്ക്, MLA എന്നുള്ള നിലയ്ക്കാണ് ഉമാ തോമസ് അവിടേക്ക് എത്തുന്നത്. ഈ ഗാലറിയിൽ ഒരുക്കിയിരുന്ന വേദി, അതിലാണ് മന്ത്രി സജി ചെറിയാൻ, MLA ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ, സംസ്ഥാനത്തെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രധാന വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന പരിപാടിയാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേകമായി നിർമ്മിച്ച ഗാലറിയാണ്. ആ ഗാലറിയിൽ നിന്ന് വീണാണ്, ഏതാണ്ട് 20 അടി ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണാണ് ഉമാ തോമസ് MLAക്ക് തലയ്ക്ക് പരിക്ക് പറ്റിയിരിക്കുന്നത്.